ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുൽത്താന ഷെയ്ൻ. ഇന്നലെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിശേഷങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊക്കെ പെൺപിള്ളേർ വീട്ടുകളിൽ പോയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എടുത്തുകൊണ്ട് വരുന്നത് പതിവാണ്. ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇല്ലാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി എന്നെ എടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇത്തവണ പോയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഐറ്റംസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എൻ്റെ ബാഗിൽ, അതായത് ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവരികയെന്നും ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകാമെന്നൊക്കെയുള്ള ഒരു ഓൾ ടോട്ടൽ ഒരു വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ ഇപ്പം കരുതിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പെട്ടി പൊട്ടിക്കുന്ന പോലെ ഞാൻ ഇത്തവണ സാധനങ്ങൾ എനിക്ക് കുറച്ചധികം എടുത്തതുകൊണ്ട് ഞാൻ പെട്ടിയിലൊക്കെ കൊണ്ടുവന്നത്, ബാഗ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കരുതി അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമേ. നിങ്ങൾ വായിൽ എന്താണെന്ന് ആലോചിക്കേണ്ട, അത് ഞാൻ പഞ്ഞി വെച്ചേക്കുവാണ്. ചെറുതായിട്ട് ഇട്ടതല്ലേ ഉള്ളൂ, അപ്പം അതിൻ്റെ ഇറിറ്റേഷൻസ് ഉണ്ട്. അത് ഞാൻ സഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പല്ലിൽ കമ്പിയുള്ള ഭാഗത്ത് ഇവിടെ മാത്രമാണ് എനിക്ക് ഇച്ചിരി പ്രശ്നമുള്ളത്. കാരണം അവിടെ ചീക്സിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പഞ്ഞി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ. പിന്നെ എനിക്ക് നിങ്ങളോട് വേറെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. പിന്നെ ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിരിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ ചെയ്യാം. പിന്നെ ഇപ്പോൾ തൽക്കാലം ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്? ഓക്കെ, ഞാൻ നോർമലി കൊണ്ടുവന്ന ലഗേജ് ബാഗും പിന്നെ എൻ്റെ ഇപ്പോഴത്തെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഹാൻഡ് ബാഗും പിന്നെ ഒരു പെട്ടിയിലായിരുന്നു ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പെട്ടി കാണുമ്പോൾ ഇതിനകത്ത് നിറയെ ഞാൻ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് വന്ന സാധനമാണെന്ന് കരുതരുത്. ഞാൻ കുറേ കൊണ്ടുപോയ സാധനങ്ങൾ ബാഗിൽ വെക്കാൻ പറ്റാൻ ഞാൻ ഈ പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടിയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഇരിക്കുന്ന ഈ 2 ബുക്ക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് അല്ല, അതായത് കണക്ക് കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്നത്, എനിക്ക് ഡയറി എഴുതുന്ന പോലത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് ഉള്ളതാണ്. പിന്നെ റെഡ് ഇങ്ക്, ബ്ലാക്ക് ഇങ്ക്, ഇതിനോടാണ് എനിക്ക് കുറച്ച് പ്രേമം കൂടുതൽ. അതൊക്കെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി അടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ആണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന സ്കിൻ കെയറിൻ്റെ പ്രോഡക്ട്സ് എല്ലാം കൂടെ ഒരു ബാഗിലാക്കിയിട്ടാണ് ഞാൻ കൊണ്ടു നടക്കാറുള്ളത്. അങ്ങനെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഉപയോഗിക്കുന്ന ബ്ലഷ് അല്ലെങ്കിൽ ഹൈലൈറ്റർ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് മാത്രം ജസ്റ്റ് ഒരു ബാഗ്. ഈ മൈക്ക് ഞാൻ ആണ്ടിൽ സംക്രാന്തിക്ക് ഉപയോഗിക്കത്തോളെങ്കിൽ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ കുറേ കാലം കൊണ്ട് കാട്ടിൽ ആഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഈ ഒരു സ്പൂൺ 4 സ്പൂൺ ഉമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ഞാൻ അടിച്ചുകൊണ്ട് വന്നു. ഞാൻ ചെന്നപ്പോൾ ഈ ബെഡ്ഷീറ്റ് ആരും ഉപയോഗിക്കാതെ അവിടെ വാങ്ങിച്ചിട്ട് വെറുതെ വെച്ചേക്കുന്നു. അപ്പൊ കണ്ടപ്പോഴേ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം കുറെ നാളുകൊണ്ട് ഇതെന്റെ കാട്ടിലിരിക്കുന്ന ഒരു സാധനമാണ്. സത്യം പറഞ്ഞാൽ ഇതിന്റെ റിവ്യൂ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, അത്ര അടിപൊളി സാധനമാണ്. ആ ഒരു പൈസക്ക് ഇത് ഭയങ്കര വെറുത്താണ്. നല്ല കോട്ടൺ. ഞാനിത് കൊള്ളാന്ന് പറഞ്ഞതേ ഉള്ളൂ. ഉമ്മച്ചി പറഞ്ഞു കൊള്ളാവോ, ഒന്ന് എന്റെ മോള് കൊണ്ടുപോയിക്കോളാം. സോ ഞാനിങ്ങനെ കൊണ്ടുപോകും. ഇത് മറ്റേ നമ്മുടെ മാറ്റ് ഉണ്ടല്ലോ, നമുക്ക് വീഡിയോയുടെയൊക്കെ താഴെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു സാധനം. അത് അവിടെ ഇരുന്നപ്പോൾ അതുകൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എനിക്കായിരിക്കും കൂടുതൽ ആവശ്യമായിരുന്നു തോന്നിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ഞാൻ ഇനി എടുക്കുന്ന സാധനങ്ങൾ, ഈ പാക്കിംഗ് കവർ, ഇതൊക്കെ നമ്മുടെ ബിസറയുടെ സാധനങ്ങളാണ്. ബിസറയിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് കൊടുക്കാനുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിലുള്ള സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ ഐറ്റംസും താഴെ വെച്ചിട്ടുണ്ട്. അത് എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്തൊക്കെ ഡ്രസ്സ് ഇടാനുണ്ടെന്ന് പറഞ്ഞാലും ഉമ്മാൻ്റെ ഡ്രസ്സ്, അതായത് നൈറ്റി ഇടുന്നതിൻ്റെ സുഖം വേറെ എന്തിട്ടാലും കിട്ടില്ല എന്നുള്ളൊരു നഗ്നമായ സത്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറയുകയാണ്. ഈ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ട് വരാൻ ഉദ്ദേശിച്ചതല്ല. ഉമ്മച്ചി പറഞ്ഞു നിനക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു ഉമ്മച്ചി നിർബന്ധിച്ച് തന്നപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇത് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഔട്ടോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് മറ്റേ നമ്മുടെ ഈ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഇട്ട് വെക്കാൻ അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ നേരത്തെ ഞാൻ എടുത്തിട്ട് വന്നതാണ്. സോറി, ഞാൻ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഈ പ്രൊഡക്ട്സുകളെല്ലാം മീഷോയിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഇത് ഞാൻ ബിസ്നയുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു ക്യാൻഡിലായിരുന്നു. നല്ല ഭംഗിയാണ്. ഇത് ഇരുട്ടത്തൊക്കെ കത്തിച്ച് വെക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മൂണിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഞാനതൊരു ദിവസം വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ബിസ്രയുടെ പ്രൊഡക്ട്സ് ആണ്. ഇതിൽ കുറച്ച് ഐറ്റംസ് ഞാൻ ഫോട്ടോസും വീഡിയോസ് എടുക്കാനും പിന്നെ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നതാണ്. ഇതിലുള്ള ഈ കമ്മൽ, അത് മൂക്കുത്തിയാണ് ഫസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ കമ്മലുകൾ, മാല, വള, വളയില്ല കേട്ടോ, മാല, കമ്മൽ, മൂക്കുത്തി തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട്. നിങ്ങൾക്ക് പേജിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാവേ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് മിക്കവാറും പുറത്ത് കൊടുക്കാതെ ഞാൻ തന്നെ വാങ്ങിക്കാനുള്ള ചാൻസ് കാണുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എൻ്റെ ഹാൻഡ് ബാഗിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഈ ഹാൻഡ് ബാഗ് ഞാൻ 250 ബിസറായി തന്നെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ നമ്മുടെ കഴുത്തിൽ വെക്കുന്ന സാധനവും ഞാൻ നമ്മൾ കൊച്ചിയിൽ പോയപ്പോഴത്തേക്ക് ഒരു ദിവസം വാങ്ങിച്ചത്. എനിക്ക് പിന്നെ 1-2 പേഴ്സൊന്നും അല്ല ഉള്ളത്, 3-4 പേഴ്സ് ഉണ്ട്. ഇതിൽ ഈ ചെസ്റ്റ് കാർഡുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. മറ്റേതിലാണ് നമ്മൾ പുറത്ത് പോകുമ്പോഴുള്ള പൈസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കും. അങ്ങനെ കണ്ണാടിയുടെ ക്രൈസ് ഒന്നും ഇല്ല. ഞാൻ ആദ്യം കാണിച്ച കണ്ണാടി ഞാൻ ഇങ്ങനെ മറ്റേ സ്ക്രീൻ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്ന കണ്ണാടിയാണ്. ഈ ഒരു മറ്റേ എയർപോഡ്
അത്ര വലിയ മീൻസ് നമ്മൾ മ്യൂസിക് അല്ലെങ്കിൽ ഫിലിമൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് അടിപൊളിയാണ്. അതർവൈസ് ഇതിന് അത്ര പോരാ, മീൻസ് കോളിങ്ങിൻ്റെ പർപ്പസിലൊന്നും ഇത് അത്ര പോരാത്തൊരു കണ്ണാടിയാണ്. പിന്നെ എൻ്റെ ആദ്യത്തെ ഫോണുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു ടവൽ എന്തെങ്കിലും എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇനി എൻ്റെ കയ്യിലില്ലെങ്കിലും എൻ്റെ കയ്യിലുള്ളൊരു സാധനമാണ് ഇതാ ഈ പഞ്ഞ്. കാരണം എൻ്റെ വായിൽ എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്പി ഇട്ടതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ പഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ഞ് ഞാൻ ബാഗിൽ കൊണ്ടു നടക്കുന്നത്. ഇനി നമുക്ക് ഹാൻഡ് ബാഗിൽ, നമ്മുടെ ലഗേജ് ബാഗിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇതിനകത്തൊരു തൊപ്പി ഉണ്ടാവാൻ ചാൻസ്. ഈ തൊപ്പി അവിടെ ഞാൻ തന്നെ കൊണ്ടുപോയി ഇട്ടതാണ്. അപ്പോൾ ഞാൻ ഇത്തവണ വന്നപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ എൻ്റെ ചാർജർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ ടോപ്പിലായിട്ട് വെക്കാം. മാസ്ക് ഞാൻ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാൻ യൂസ് ചെയ്യത്തില്ല. ഞാൻ വണ്ടിയിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഷാൾ ഇട്ട് കിടന്ന് ഉറങ്ങുന്ന ടീമാണ്. അതുകൊണ്ട് എനിക്ക് ഐ മാസ്കിൻ്റെ ആവശ്യം വരാറില്ല. ഞാൻ അതുകൊണ്ട് ബാഗ് തന്നെയാണ് വെക്കാറ്. പിന്നെ ചില സിറ്റുവേഷൻസിൽ വെക്കാറുണ്ട്. 3-4 വാൾപേപ്പർ അവിടത്തേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരെണ്ണം ഞാൻ അടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വീഡിയോയുടെയൊക്കെ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ എടുത്തിട്ട് വന്നത്. പിന്നെ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസിൽ തന്നെയുള്ള ഫേസ് വാഷ്, അങ്ങനത്തെ ഐറ്റംസ്, ക്ലെൻസർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്തവണ വീട്ടിലിരുന്ന് കുറച്ച് ഐറ്റംസ് ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ഈ ബാഗിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണില്ല. ഇതിനകത്ത് ഇനിയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഇതിനകത്ത് ഞാനൊരു പ്ലേറ്റ് ഞാൻ ജസ്റ്റ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഞാൻ ഉപയോഗിച്ചിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നതിൻ്റെ മെയിൻ പർപ്പസ്. ഇനി ഈ ബാഗിനകത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയ ഡ്രസ്സുകൾ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. ഇനി ബാക്കിയെല്ലാം നമ്മൾ എടുത്തു, ഇത്രയൊക്കെ ഉള്ളൂ. സാധാരണ അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാറുള്ളതാണ്. ഇത്തവണ ഞാൻ അങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബാക്കി നാളെ ഇൻഷാ അല്ലാ. പിന്നെ എന്നെ കണ്ടിരുന്ന് സഹിച്ചതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി.